ഷാങ്ക്സ് ആയിരുന്നു ഏറ്റവും കുറച്ച് ചാപ്റ്റർ വന്ന് നമ്മുടെ എല്ലാവരും മനസ്സ് കീഴടക്കിയ ഒരു ക്യാരക്ടർ. എന്നാൽ ഇപ്പോൾ അത് ഷാങ്ക്സ് അല്ല, മറ്റൊരു ക്യാരക്ടർ ആയിട്ടുണ്ട്. സോ സ്പോയിലേഴ്സ് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഞാനീ പറഞ്ഞത് റോക്സ്റ്റി സെബക്കിനെ പറ്റിയാണ്. ആകെപ്പാട് 2 ചാപ്റ്ററുകളിൽ ഫേസ് റിവീൽ ചെയ്തിട്ട് അതിനുള്ളിൽ തന്നെ വൺ പീസിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സിൽ വെച്ച് ഇത്രയും അധികം ഫീറ്റ്സ് കാണിച്ച മറ്റൊരു ക്യാരക്ടർ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇമുവിന്റെ ഫ്ലവർ റൂമിൽ പോയി ഇമുവിനെ തന്നെ ഭീഷണിപ്പെടുത്തി. ആ നറേറ്റർ തന്നെ പറഞ്ഞത് ഇങ്ങനൊരു ഇൻസിഡന്റ് ഒരു വട്ടം മാത്രമേ നടന്നിട്ടുള്ളൂ, അത് ആദ്യമായിട്ടും അവസാനമായിട്ടും റോക്സ്റ്റി സെബക്കാണ് ചെയ്തതെന്നാണ്. അവിടുന്ന് പോകുന്ന വഴി മറീൻ അഡ്മിറലിനെ കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൺ പീസിലെ പിനക്കിൾ ഓഫ് സ്ട്രെങ്ത് എന്നറിയപ്പെടുന്ന കുറച്ച് കാറ്റഗറിയിലുള്ള കൂട്ടത്തിലെ ഒരാളാണ് ഈ അഡ്മിറൽസ്. അങ്ങനെ ഒരാളെ കൊന്നു സീരിയസ് ആയിട്ട് ഒരു ഇഞ്ചുറി പോലും ഇല്ലാതെ പോകുന്ന വഴി എൽബഫിലെ ലെജൻഡറി കിങ് ആയിട്ടുള്ള ഹാർലുമായിട്ട് കൂട്ടിമുട്ടി. ആൻഡ് ഈ ഹാർൽ എന്ന് പറയുന്നത് ആ ഒരു അഡ്മിറലിനെക്കാട്ട് സ്ട്രോങ് ആണ്. ഈവൻ റോജറും വൈറ്റ് ബീഡൊക്കെ റൈവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. ആൻഡ് ഹാക്കി ക്ലാഷിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 കിലോമീറ്ററോളാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഗോഡ് വാലി വെച്ച് ഒരു ബിട്രയൽ നടന്നിട്ടുണ്ട്. അല്ലാതെ ഗാർപ്പിനും റോജറിനും കൂടെ എനിക്ക് തോന്നുന്നില്ല ഒറ്റയ്ക്ക് സെബക്കിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്.